പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഇന്ത്യക്കെതിരായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൊയ്ബ് എർദോഗൻ പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കം നടത്തുന്നതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് നമ്മൾ അറിയണം. അതായത് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ മുഴുവൻ തലപ്പത്തേക്ക് അല്ലെങ്കിൽ സംരക്ഷകൻ എന്ന നിലയിലേക്ക് തുർക്കിക്ക് മാറണം. അങ്ങനെ മാറണമെങ്കിൽ സൗദിയുടെ കയ്യിലുണ്ടായിരിക്കുന്ന അധികാരം ഇവർക്ക് നേടിയെടുക്കുകയും ചെയ്യണം. അങ്ങനെ ലോകരാജ്യങ്ങൾ ഇവരെ അംഗീകരിക്കണം. അതിനുവേണ്ടി എവിടെയെങ്കിലും ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കണം. ഇതിന് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരായിട്ടുള്ള ചില പ്രകോപനപരമായ നീക്കങ്ങളാണ് എർദോഗൻ നടത്തുന്നത്. കാരണം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ്. മാത്രവുമല്ല, തുർക്കിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അതുപോലെ തന്നെ അവരുടെ ടെക്നോളജി ഉണ്ട്, പക്ഷേ ആണവായുധമില്ല. അങ്ങനെ ആണവായുധമുള്ള രാജ്യമായ പാകിസ്ഥാനെ പരോക്ഷമായി സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുക. പാകിസ്ഥാനെ പരോക്ഷമായി സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ അസീം മുനീറാണ് അവിടെ സർവ്വ സൈന്യാധിപനായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് തുല്യമായ പദവി, അവിടുത്തെ അന്തിമ വാക്കിനി അസീം മുനീറാണ്. അങ്ങനെയുള്ള അസീം മുനീറുമായിട്ട് തൊയ്ബ് എർദോഗൻ നേരിട്ട് ചില ഇടപാടുകൾ നടത്തുകയും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസീം മുനീറിന് തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ സഹായകമാവുകയും ലോകത്തിന് മുന്നിൽ തങ്ങളുടെ അതീശത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് തുർക്കിക്ക് ചില നീക്കങ്ങൾ നടത്താനും സാധിക്കുന്നു. ഇതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തുർക്കി നിർമ്മിക്കുന്ന ഡ്രോണ്, മിസൈല്, യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ കൂടി ലക്ഷ്യം വെച്ചാണെന്ന് അവർ പറയുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാന് വേണ്ടിയിട്ട് UN-ൽ ജമ്മു കാശ്മീർ വിഷയം കുത്തിപ്പൊക്കുന്നത് എപ്പോഴും ഈ പറയുന്ന തുർക്കിയാണ്. ഇപ്പോൾ തുർക്കിയിലെ ചില മന്ത്രിമാരും പറയുകയാണ്, ഈ കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ്, അത് അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു എന്നർത്ഥം. കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക പ്രതിരോധ കരാറുകൾ മെച്ചപ്പെടുത്താനും തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റഷ്യക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് തുർക്കിക്കും ആവശ്യമാണ്. അങ്ങനെ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇനി S-400 റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല, നിലവിലുള്ള S-400 തിരികെ ഏൽപ്പിക്കാൻ പോകുന്നു. അതുകൂടാതെ അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം വാങ്ങുന്നു. അങ്ങനെ ട്രംപുമായി ഉണ്ടാകുന്ന ആ നീരസം അവസാനിപ്പിക്കാനായിട്ട് എർദോഗൻ ശ്രമിക്കുന്നു. കൂടാതെ തുർക്കി 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടുന്ന സാങ്കേതിക സഹായങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടണം. അതുകൊണ്ടുകൂടിയാണ് ഈ F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ലോകത്ത് ഒരു ആണവ യുദ്ധം 5 വർഷത്തിനുള്ളിൽ ഉണ്ടായേക്കാം എന്ന് ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ടെക്നോളജിയെ കേന്ദ്രീകരിച്ചായിരിക്കും യുദ്ധം നടത്തുക. ഇപ്പോൾ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ ഇന്ത്യക്ക് വലിയ റോൾ ഉണ്ടായില്ല. പക്ഷേ ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ ഇന്ത്യക്ക് ഒരു നിർണായക റോളുണ്ട്. കാരണം ഇവിടെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി തുർക്കി കളിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ തയ്യാറെടുപ്പ് നടത്തും. അങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ കൂടുതൽ സഹായം നൽകി സ്വന്തമായിട്ട് മിസൈലുകൾ വികസിപ്പിച്ച് യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് നമ്മളും കടക്കുകയാണ്. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു ചാവേർ നീക്കമോ ഒക്കെ ഉണ്ടായേക്കാമെന്ന് ഇന്ത്യക്ക് ഇൻ്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്ക് മുകളിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ യുദ്ധവിമാനങ്ങൾ എത്തുമെന്ന് നമ്മൾ മുന്നറിയിപ്പ് നൽകി. അതും ഈ മാസം 10, 11 തീയതികളിൽ. അതായത് നമ്മുടെ എയർഫോഴ്സിൻ്റെ വ്യോമാഭ്യാസ പ്രകടനം കറാച്ചിയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ നടത്താനായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിൽ നിന്ന് 70 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അഭ്യാസ പ്രകടനം നടത്തുന്നത്. അങ്ങനെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധത്തിലും വ്യാപാരത്തിലുമൊക്കെ ഏറെ നിർണായകമായിട്ടുള്ള അറബിക്കടലിന് മുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ നീക്കം നടത്തുന്നു. ഇവിടെയാണ് ഏഷ്യയിലെ മറ്റൊരു ശക്തിയായ ചൈനയുടെ അടുത്ത നീക്കം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ ചൈന തങ്ങളുടെ സൈനിക ഒരു ശക്തി അത് വർദ്ധിപ്പിക്കാനുള്ള വലിയ നീക്കം നടത്തുന്നു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു. എന്തിന്? 8 പടക്കപ്പലുകളുടെ നിർമ്മാണം പോലും ആരംഭിച്ചു എന്ന് പറയുന്നു. ഇത് പറയുന്ന ആരാ? അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹേഗ്സെത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിവരം കിട്ടുന്നു. കൂടാതെ തൈവാന് നേരെ ചൈന ചില ആക്രമണ സമാനമായ നീക്കങ്ങൾ നടത്തുന്നു. തൈവാനാണ് ലോകത്തെ ഏറ്റവും അധികം ചിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അങ്ങനെ തൈവാനെ ആക്രമിച്ചാൽ സ്വാഭാവികമായും ഈ ചിപ്പിൻ്റെയൊക്കെ ഒരു ഹോൾസെയിൽ ഡീലറായിട്ട് അല്ലെങ്കിൽ ആഗോള കുത്തക ചൈനയുടെ കൈവശം വന്നു ചേരും.
അതുകൊണ്ട് തൈവാനെ ലക്ഷ്യമാക്കി ചൈന നീങ്ങുന്നുണ്ട്. എന്നാൽ ഈ തൈവാന് സംരക്ഷണം ഒരുക്കുന്നതായിക്കോട്ടെ അമേരിക്കയാണ്. അമേരിക്ക ഇപ്പോൾ വെനസ്വേലയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. കാരണം വെനസ്വേലയിലാണ് ലോകത്ത് ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദനം നടക്കുന്നത്. അതുകൊണ്ട് ആ എണ്ണയിൽ കണ്ണുവെച്ച് അമേരിക്കൻ നീക്കം ഈ വെനസ്വേലയ്ക്ക് ചുറ്റുമായി അവിടേക്ക് യുദ്ധക്കപ്പലുകൾ നീങ്ങുന്നു, യുദ്ധവിമാനങ്ങൾ അതിന് സമീപത്തേക്ക് എത്തുന്നു. എന്നിട്ട് പറയുന്നത് എന്താ, അമേരിക്കയിലേക്ക് വെനസ്വേലയിൽ നിന്ന് മയക്കുമരുന്നും മറ്റും കടത്തുന്നു. ഇത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആ രാജ്യത്തേക്ക് കടന്നു കയറും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇത് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളും ഒരു സൈനിക നടപടിക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ നീക്കമാണ്. അതായത് റഷ്യ നാറ്റോ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുമെന്നുള്ള ചില സൂചനകളുണ്ട്. ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് റഷ്യൻ ആക്രമണത്തിന് മുമ്പായിട്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി ആക്രമണം നടത്താം, ഇതാണ് ഇവരുടെ ചിന്ത. മാത്രമല്ല, ഉക്രൈനുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് റഷ്യ നിലപാടെടുക്കുകയും ചെയ്തു. മാത്രമല്ല, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള സൈനിക കരാർ അനുസരിച്ച് ഇന്ത്യൻ സൈന്യം ഒക്കെ തന്നെ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ റഷ്യയെ സഹായിക്കാം, റഷ്യൻ സൈന്യം ഇന്ത്യയും സഹായിക്കാം. അത്തരം ഒരു നീക്കം നടത്തുന്നു. ഇവിടെയാണ് തുർക്കി കണ്ണുവെക്കുന്നത്. കാരണം പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഇത്തരം ഒരു നീക്കം നടത്തിയാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ യുദ്ധത്തിനിറങ്ങും. അങ്ങനെയാണെങ്കിൽ തുർക്കിക്ക് ഏറ്റുമുട്ടാം. അപ്പോൾ റഷ്യയും ഇന്ത്യയെ സഹായിക്കാനായിട്ട് വരും. ആ ഘട്ടത്തിൽ F-35 അമേരിക്കയിൽ നിന്ന് വാങ്ങി, S-400 റഷ്യയിൽ നിന്ന് ഒഴിവാക്കി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് എർദോഗന് ട്രംപുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല, ഈ നാറ്റോയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് നാറ്റോയുടെ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ തുർക്കിയുടെ കൈവശം വന്നു ചേരുകയും ചെയ്യും. കൂടാതെ പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവ ആയുധവുമുണ്ട്. അങ്ങനെ ആ ശക്തി കൂടി വരികയാണെങ്കിൽ, അല്ലെ അവർക്ക് കുറേ പണവും ടെക്നോളജിയും ഒക്കെ നൽകുകയാണെങ്കിൽ ഈ ആണവായുധം കൂടി സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ 5ാം തലമുറ യുദ്ധവിമാനം സ്വന്തമായി നിർമ്മിക്കാനും ഉദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് തുർക്കി മുതിർന്നേക്കാം. കാരണം ഈ ലോകമഹായുദ്ധങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ്. 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധമൊക്കെ നമുക്കറിയാം. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ ഒടുവിൽ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചതോടുകൂടിയാണ് യുദ്ധം എത്രത്തോളം വിനാശകരമാണെന്ന് ലോകത്തിന് തന്നെ മനസ്സിലായത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആണവ യുദ്ധം ഇനി ഉണ്ടാകാതിരിക്കണമെന്ന് കരുതി പല രാജ്യങ്ങളും സംയമനം പാലിക്കുക. എങ്കിൽ പോലും ഇപ്പോഴും ഈ പറയുന്ന ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു, പലസ്തീൻ മേഖലയിൽ സംഘർഷമുണ്ടാകുന്നു, അമേരിക്ക ഈ പറയുന്ന വെനസ്വേലയെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു, ചൈന തൈവാന് മേൽ ആക്രമണ ഭീഷണി ഉയർത്തുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിൽക്കുന്നു. അങ്ങനെ യുദ്ധം പൂർണ്ണമായിട്ടും തീരുന്നില്ല. പക്ഷേ അതൊരു ആണവ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയോ 3ാം ലോക മഹായുദ്ധത്തിൻ്റെ രീതിയിലേക്ക് മാറുകയോ ചെയ്താൽ ലോകരാജ്യങ്ങൾ വീണ്ടും 2 ചേരികളായിട്ട് അണിനിരക്കാം. അങ്ങനെ അണിനിരക്കുന്നതിനിടയിൽ അറബ് രാജ്യങ്ങളെ, ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുന്ന സൈനിക ശക്തി ഉള്ളത് തുർക്കിക്കാണെന്ന് അവർ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കാനൊക്കെ സാധിക്കുമെന്നും സൗദിയുടെ കയ്യിൽ നിന്ന് ഈ അറബ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ നേതൃത്വം തങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നും എർദോഗൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയെ കണക്കാക്കി, ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ചില നീക്കങ്ങൾ തുർക്കി നടത്തുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ വ്യോമാഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ സമുദ്രത്തിൽ നമ്മൾ ആദ്യഘട്ടം പരീക്ഷിച്ചു, ഇനി 2ാം ഘട്ടവും പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു. ഏതെങ്കിലും തരത്തിൽ ചൈനയുടെ സഹായത്തോടെയോ മറ്റോ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ ആ തിരിച്ചടി ചൈനയ്ക്ക് മാത്രമല്ല തുർക്കിക്ക് നേരെയും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി തുർക്കിയുടെ നിലപാട് ഇന്ത്യക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തിരിച്ചടി ഇനി തുർക്കിക്ക് നേരെയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.